Hello everyone, welcome to Highquest Learning and to our IGNOU BA Psychology Exam Marathon Series. Exam Marathon Series in the 9th part we discuss the topic individual differences, that psychology of individual differences in the BA Psychology second semester paper. A paper ആദ്യത്തെ 3 ബ്ലോക്കുകളെക്കുറിച്ചും ആ ബ്ലോക്കുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ചും അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചും കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നമ്മൾ എക്സാം മാരത്തൺ സീരീസിൽ ചെയ്യുന്നതും അത് തന്നെയാണ്. ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സ് ഓരോന്നായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിലെ ഓരോ ബ്ലോക്കിലെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും നിങ്ങളെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എക്സാം മാരത്തൺ സീരീസിലൂടെ ചെയ്യുന്നത്. അധികം ആമുഖമില്ലാതെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ബ്ലോക്ക് 4നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 3ൽ നമ്മൾ ഇന്ത്യൻ സൈക്കോളജിക്കൽ തോട്ട് ആയിരുന്നു ഡിസ്കസ് ചെയ്തതെങ്കിൽ ബ്ലോക്ക് 4 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. കാരണം ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് മോട്ടിവേഷനും ക്രിയേറ്റിവിറ്റിയുമാണ്. ഈ രണ്ട് ടോപ്പിക്കുകളും കുറേയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് കൂടിയാണ് ബ്ലോക്ക് 4. ഇതിൽ നിന്ന് എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് പൊതുവെ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കുറേ കാര്യങ്ങൾ എന്തുണ്ട് ഈ ബ്ലോക്ക് 4ലുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആസ്പെക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. ബ്ലോക്ക് 4ൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും മോട്ടിവേഷനെ കുറിച്ചുമാണ്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റിലത്തെ പേപ്പറിൽ ലാസ്റ്റിലത്തെ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പല കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ളതായിരിക്കാം. അപ്പോൾ ഇതിൽ ആൻസർ ക്രാഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ വേസ് ടു ഇൻക്രീസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളതാണ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ടെക്നിക്കുകൾ അല്ലെങ്കിൽ വഴികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമ്മളുടെ ഫങ്ഷനിങ്ങിന് വളരെ നിർബന്ധകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നമ്മളുടെ സക്സസ് റേറ്റ് ലൈഫിൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൂട്ടാൻ പറ്റുക നോക്കാം. അതിൽ ഒന്നാമതാണ് ക്രിയേറ്റിംഗ് ചാലഞ്ചസ് എന്നുള്ളത്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ അല്ലാത്തതാവട്ടെ അത് ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പീപ്പിൾ നീഡ് ടു ബി ചാലഞ്ച്ഡ് ആൻഡ് ദോസ് ചാലഞ്ചസ് മസ്റ്റ് ഹാവ് പേഴ്സണൽ മീനിങ് എന്നാണ്. നമ്മൾ കൃത്യമായി ചാലഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പേഴ്സണൽ മീനിങ് ഉള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ റിലവൻസ് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. ആ കാര്യങ്ങൾ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുകയും വേണമെന്നാണ്. അപ്പോൾ ഓരോ ചാലഞ്ചസ് നമ്മൾ എന്ത് ചെയ്യും, ടാക്കിൾ ചെയ്ത് അതിനെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൂടും. പിന്നെ രണ്ടാമത്തതാണ് പ്രൊവൈഡിങ് ഓട്ടോണമി എന്നുള്ളത്. പീപ്പിൾ നീഡ്സ് ടു ബി പ്രൊവൈഡഡ് വിത്ത് ഓട്ടോണമി വൈൽ അസൈനിങ് ആക്ടിവിറ്റീസ്. നമ്മളൊരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അയാളോട് പറയുന്ന സമയത്ത് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഉത്തരവാദിത്തം അയാളിൽ ഏൽപ്പിക്കണം. അയാൾക്കൊരു ഫ്രീ ടു യൂസ് ഹിസ് ബ്രെയിൻ എന്നുള്ള രീതിയിൽ ക്രിയേറ്റീവ് ഫ്രീഡം നമ്മൾ കൊടുക്കുക. അയാൾക്കൊരു ഓട്ടോണമിയസ് ഫീലിംഗ്, തൻ്റെ കാര്യങ്ങൾ തൻ്റെ കൺട്രോളിലാണെന്നുള്ള ആ ഒരു ഫീലിംഗ് അയാൾക്ക് ഉണ്ടാവണം എന്നാണ്. സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. പിന്നെയാണ് എലിസിറ്റിംഗ് ക്യൂരിയോസിറ്റി എന്നുള്ളത്. ക്യൂരിയോസിറ്റി ഒക്കേഴ്സ് വെൻ സംതിങ് ഇൻ വൺ സറൗണ്ടിങ് ക്യാച്ചസ് അറ്റൻഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ വാണ്ട്സ് ടു നോ മോർ അബൌട്ട് ഇറ്റ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ കൗതുകം തന്നെയാണ്. എസ്പെഷ്യലി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആ ഒരു ത്വരയൊക്കെ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യുന്ന ആ ഒരു കൗതുകം തോന്നുന്ന രീതിയിലുള്ള ടാസ്കുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൂടുമെന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് കോഓപ്പറേഷൻ എന്നുള്ളത്. ഓപ്പർച്യൂണിറ്റി ടു കോഓപ്പറേറ്റ് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൂട്ടുന്നതാണ്. നമ്മളൊരു ടീമിൻ്റെ ഭാഗമാണെങ്കിൽ ആ ടീമിലെ മറ്റുള്ള ആളുകളെല്ലാം നല്ല ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മളുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൂടും എന്നുള്ളതാണ്. അങ്ങനെ നമ്മളുടെ പെർഫോമൻസിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കും. പിന്നെയാണ് കോമ്പറ്റീഷൻ എന്നുള്ളത്. മറ്റുള്ള ആളുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ടാസ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ അതിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിൽ വിജയിക്കാനുള്ള മോട്ടിവേഷൻ നമുക്ക് കൂടുതലായിരിക്കും അല്ലേ. വെറുതെ ചുമ്മാ അങ്ങനെ കളിക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിൽ കളിക്കുന്നതാണല്ലോ. അപ്പോൾ കോമ്പറ്റീഷനും എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ വർക്കിംഗ് ഫോർ ഹയർ പേർപ്പസ് എന്നാണ്. പേർപ്പസ് ഓഫ് ദ ടാസ്ക് ഗിവൺ, അഥവാ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിലൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ വേണമെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു റിലവൻസ് വേണം അല്ലേ. അതൊരു പോസിറ്റീവായിട്ടുള്ള നമുക്ക് കൂടെ ഒരു പ്ലഷർ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹയർ പേർപ്പസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൂടുമെന്നാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളൂ. അതിനുശേഷം ഒരു കൺക്ലൂഡറി പാരഗ്രാഫ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൂടെ ആഡ് ചെയ്യാവുന്നതാണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ദ വേ ടു എൻഹാൻസ് ക്രിയേറ്റിവിറ്റി എങ്ങനെയൊക്കെ കൂട്ടാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ക്ലാസ് റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. കുട്ടികൾ ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുട്ടികൾ എന്താണ് അഡൾട്ട്സിനേക്കാൾ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഇൻ ചിൽഡ്രൻ ക്യാൻ ബി ഒബ്സർവ് ഫ്രം ദ ഫോം ഓഫ് സിംബോളിക് പ്ലേ. അവർ കളിക്കുന്ന രീതി, അവരുടെ ഇമേജിനറി വേൾഡ്, അവരുടെ ഇമാജിനേഷൻ പോസിബിലിറ്റീസ്, അവരുടെ ഫാൻറ്റസീസ്, ഇതിൽ നിന്നൊക്കെ അവർ എത്രത്തോളം ക്രിയേറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അവർ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും ആ ഒരു പ്രോസസ്സിൻ്റെയും സോഷ്യലൈസിങ് ഫംഗ്ഷൻ്റെയും ഒക്കെ കൂടുതൽ ഫോക്കസ് വരുമ്പോൾ കുട്ടികൾ വളരുന്ന സമയത്ത് ആ ഒരു ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് നമ്മൾ തന്നെ നശിപ്പിക്കുന്നുണ്ടെന്നാണ് ഒരു പരിധി വരെ പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ എൻഹാൻസിങ് ക്രിയേറ്റിവിറ്റി ടോറൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൻ്റെ ബേസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയൊക്കെയാണ് ടീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ബി റെസ്പെക്ട്ഫുൾ ടു അൺയൂഷ്വൽ ക്വസ്റ്റ്യൻ, അഥവാ എല്ലാവരും ചോദിക്കാത്ത അത്ര യൂഷ്വൽ അല്ലാത്ത ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിക്കുമ്പോൾ മിണ്ടാതിരിയുടെ അവിടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല ടീച്ചർ വേണ്ടത്, പേടിപ്പിക്കുകയല്ല ടീച്ചർ വേണ്ടത്. പകരം അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. റെസ്പെക്ട്ഫുൾ ടു ഓർ റെസ്പെക്ട് ക്രിയേറ്റീവ് ഐഡിയാസ് എന്നാണ്. കുട്ടികളുടെ ക്രിയേറ്റീവും ഇമാജിനേറ്റീവുമായുള്ള ഐഡിയാസിനെ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. ഷോ ദാറ്റ് ദെയർ ഐഡിയാസ് ഹാവ് വാല്യൂ, അഥവാ കുട്ടികളുടെ ഐഡിയാസിന് വാല്യൂ ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ വാല്യൂഡ് ആണ്, അതിന് വില കൽപ്പിക്കുന്നുണ്ട് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. ടൈൻ ഇവാലുവേഷൻ വിത്ത് കോസസ് ആൻഡ് കോൺസിക്വൻസസ് എന്നാണ്. ഓൾസോ സെൽഫ് ഇനീഷ്യേറ്റഡ് ലേണിംഗ് ആൻഡ് ഇവാലുവേറ്റ് എന്നാണ്. അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളുടെ കോസസ് ആൻഡ് കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഓരോ സംഭവങ്ങൾ, ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളല്ല, കുട്ടികളല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അവരുടെ ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ സെൽഫ് ഇനീഷ്യേറ്റഡ് ലേണിംഗ് ആൻഡ് ഇവാലുവേറ്റ് എന്നാണ്. അവരെ കൊണ്ട് സ്വയം പഠിപ്പിക്കുക. കൺസെപ്റ്റുകളൊക്കെ നമ്മൾ അധികം പറഞ്ഞു കൊടുക്കാതെ അവർക്ക് പഠിക്കാനുള്ള അവർക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എൻഹാൻസിങ് ക്രിയേറ്റിവിറ്റിയാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്നുള്ളത്. കം വിത്ത് മൾട്ടിപ്പിൾ ഐഡിയാസ് ദാറ്റ് എയ്ഡ് ക്രിയേറ്റിവിറ്റി. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരൊറ്റ ഐഡിയയിൽ നിൽക്കാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഡിയാസുമായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഡൈവേർജന്റ് തിങ്കിങ് ആവുന്നത്. പിന്നെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒരുമിച്ചിരുത്തിയിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യുക, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ സിനെക്റ്റിക്സ് ആണുള്ളത്. ഇമോഷണൽ ആൻഡ് ദ ഇറേഷണൽ എലമെന്റ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന്റെ ഇമോഷണലും ഇറേഷണലുമായിട്ട് എലമെന്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് ക്രിയേറ്റീവ് സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് സിനെക്റ്റിക്സ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻഹാൻസിങ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. ഇത്രയും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ വി ആർ കൺക്ലൂഡിങ് ദിസ് എക്സാം മാരത്തോൺ സീരീസ് ഹിയർ. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ ആൻഡ് ഹൈ ക്വൈസ് ലേണിംഗ്.